കുവൈറ്റിനെ ആക്രമിച്ചത് അമേരിക്കയാണെന്ന് ഇറാൻ്റെ സൈനിക മേധാവി പ്രഖ്യാപിച്ചു. വിവാദമായിരിക്കുന്ന വിഷയത്തിലൂന്നി അത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്ന സമയത്ത് ഇറാനെ പഴിചാരുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ്. തങ്ങൾ ആക്രമിക്കുന്നത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം കൈവരിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ജനനിബിഡമായിരിക്കുന്ന ദേശത്തെയോ അത്തരം ആളുകൾ സഞ്ചരിക്കുന്ന എയർപോർട്ട് കേന്ദ്രീകരിച്ചോ സാധാരണ ഇതിൽ ഇറാൻ ആക്രമിക്കാറില്ല, ഇപ്പോഴും ആക്രമിച്ചിട്ടില്ല. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ തകർച്ചയോ അതല്ലെങ്കിൽ അമേരിക്ക കരുതിക്കൂട്ടി കുവൈറ്റിനെ ആക്രമിച്ച് പ്രകോപനമുണ്ടാക്കുകയോ ചെയ്തതാണെന്നാണ് IRGCയുടെ നിഗമനം. ഇത്തരം ഒരു നിലപാട് പുറത്ത് വന്നതോട് കൂടിയിട്ട് ആകെ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ കുവൈറ്റും മറ്റ് ലോക രാജ്യങ്ങളും. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിലും സത്യസന്ധമായ രീതിയിലും അവരെല്ലാ കാലത്തും പറയാറുണ്ട്. അതിൽ കള്ളത്തരം കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അവർ ചെയ്യാറില്ല. ചെയ്യുന്ന പ്രവൃത്തി അവർ പറയുകയും അത് സാധാരണഗതിയിൽ അവർ ചെയ്യിപ്പിക്കാറുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് മുമ്പ് തന്നെ അരാംകോന് നേരെ സൗദി അറേബ്യയിലെ പെട്രോളിയം ഈ സ്ഥാപനമായിരിക്കുന്ന അരാംകോ പെട്രോളിയം കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ അപ്പാടെ ആക്രമിച്ചതിൽ ഒന്ന് അരാംകോ ആയിരുന്നു. 2ഓളം മിസൈലുകൾ വീണത്. ഇതിന് ആ സമയത്ത് ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയും അരാംകോ കമ്പനിയെ ഇറാൻ ആക്രമിച്ചു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇറാൻ അത് കൃത്യമായ രീതിയിൽ തെളിവോടുകൂടി തന്നെ പറഞ്ഞു, അരാംകോ സൗദി അറേബ്യ തങ്ങളുടെ ശത്രുവല്ല, അരാംകോ പോലെയുള്ള പെട്രോൾ കെമിക്കൽ ഏരിയകൾ തങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് അപകടകരമായിരിക്കുന്ന കാര്യമാണ്, തങ്ങളത് ചെയ്യാറില്ല എന്നുള്ളത്. യുദ്ധത്തിനിടയിൽ ഇത്തരം പല ആക്രമണങ്ങളും അമേരിക്കയോ ഇസ്രായേലോ കരുതി കൂട്ടി തന്നെ ചെയ്യാറുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കണം. അവർ എന്ത് ചെയ്യണം? ഇറാനെതിരെ അമേരിക്കയോടൊപ്പം ചേരണം. അമേരിക്കയോടൊപ്പം ചേരുക എന്ന് പറയുന്ന സമയത്ത് അവരുടെ സൈനികരെ അമേരിക്കയോടൊപ്പം പറഞ്ഞേക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പല തരത്തിലും പല ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നത് എന്നുള്ള കാര്യമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് ഇറാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അത് 2023 ഒക്ടോബറിൽ നടന്ന സംഭവമാണ്. ഈ 13-ാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് ഇസ്രായേൽ ശക്തമായിരിക്കും തിരിച്ചടി ഗസക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആശുപത്രി ആക്രമിക്കപ്പെട്ടു. ഇസ്രായേൽ ആശുപത്രി ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവിടെ ആ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 600ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 600 പേർ കൊല്ലപ്പെട്ട മാരകമായിരിക്കുന്ന ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയത്. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേൽ അതിന് പ്രതിരോധം ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ആക്രമിച്ച തങ്ങളല്ല, ഹമാസാണ് ആക്രമിച്ചത്. അവരുടെ തങ്ങളുടെ രാജ്യത്തേക്ക് നടത്തിയിരിക്കുന്ന മിസൈൽ വഴി തെറ്റിയിട്ട് അവരുടെ ആശുപത്രിക്ക് നേരെ പതിക്കുകയാണ്. ആ പതിച്ചതോടനുബന്ധിച്ചാണ് 4 നില ആശുപത്രി ബിൽഡിംഗ് അപ്പാടെ നിലം പൊത്തുന്നു. ഏകദേശം അതിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ മരിക്കുന്നു. കണക്ക് പ്രകാരം 600 പേര് എന്നുള്ളതാണ്. സ്പോട്ടിൽ തന്നെ 375ഓളം ആളുകളുടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയതും സീരിയസ് ആയിരിക്കുന്ന ആൾക്കാരുടെ മരണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഏറെക്കുറെ 600 പേരുടെ മരണമാണ് അന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. ഈ ഒരു ആക്രമണം ആശുപത്രിക്ക് നേരെ കുട്ടികളും വൃദ്ധന്മാരും ഈ രോഗികളുമായിരിക്കുന്ന ആളുകൾ ഈ ചികിത്സ തേടിയെത്തിയിരിക്കുന്ന മേഖലയ്ക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ അത് യുദ്ധക്കുറ്റമാണ്, അന്താരാഷ്ട്ര മര്യാദക്ക് എതിരാണ്, നീതി നിഷേധമാണ്. ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അപ്പുറമാണ്. അതിനപ്പുറം പിന്നെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ലോകാടിസ്ഥാനത്തിൽ വ്യാപകമായിരിക്കുന്ന പ്രതിഷേധം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് നേരെ ഉണ്ടായി. ഇസ്രായേൽ പിടിച്ചു നിന്നത് ഇതായിരുന്നു: ഗസ ആക്രമിച്ചതാണ്, തങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അത്തരം ആളുകളെ ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല, അങ്ങനെയൊക്കെ ഒരുപാട് ന്യായീകരണ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. ഇതിലൊരു തെളിവോ കാര്യങ്ങളോ ഹാജരാക്കാൻ വേണ്ടി ആദ്യ ഘട്ടത്തിൽ തന്നെ അവർ പറയുകയും ചെയ്തു. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സാറ്റലൈറ്റ് സംവിധാന കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്കത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കാത്തൊരു പ്രതിസന്ധിയിൽ പെട്ടു. ആ സമയത്താണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. ആ പ്രസ്താവനയാണ് ലോകത്തെ അതിശയിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാറ്റലൈറ്റ് രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ഇസ്രായേൽ അല്ല ഈ ആക്രമണം നടത്തിയത് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഇസ്രായേലിനുണ്ട്.
റഡാർ സംവിധാനങ്ങൾ വെച്ചിട്ടും സാറ്റലൈറ്റ് വെച്ചിട്ടും നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ്. നിങ്ങളല്ലെങ്കിൽ നിങ്ങളല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. നിങ്ങളുടെ ബാധ്യത. ലോകം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും കഠിനവും ക്രൂരമായിരിക്കുന്ന ഒരു ആക്രമണം ആശുപത്രിക്ക് നേരെ നടത്തി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുവരെ ഇസ്രായേൽ പിടിച്ചു നിന്നിരുന്നു. ഹമാസിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചിരുന്നു. ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പെട്ടുപോയി. അതിനൊരു മറുപടി 2023 ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 2023 ഒക്ടോബർ മാസം 6-ാം തീയതിയാണ് ഈ ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ഇസ്രായേലിന് നേരെ. അപ്പോൾ അതിന് കുറച്ച് ദിവസം കഴിഞ്ഞതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2026 നിൽക്കുന്നു. ഈ മെയ് മാസം കഴിഞ്ഞു, ജൂൺ മാസത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ സമയത്ത് പോലും അതിനൊരു മറുപടി തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രതികൾ അവർ തന്നെയാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. മാത്രമല്ല അതിനുശേഷം ഈ പറയപ്പെട്ട തീയതിക്ക് ശേഷം 2024-ലും 2025-ലും പല ഘട്ടങ്ങളിലായി പല തരത്തിലായി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗസയിലെ ആശുപത്രി ആക്രമിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന 12 ആശുപത്രികളിൽ 2025 ആദ്യത്തെ മാസത്തെ നമ്മളെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആശുപത്രി ഒഴിച്ച് ബാക്കിയെല്ലാം തകർക്കപ്പെട്ടതാണ്. ഒരാശുപത്രി തന്നെ ഭാഗികമായിട്ടേ പ്രവർത്തിക്കുന്നുള്ളൂ. കറണ്ട് കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല, ഈ ഡോക്ടർമാർ വേണ്ട വിധം ഡോക്ടർമാരെ എത്തിക്കാനുള്ള സംവിധാനമില്ല. കാരണം റോഡ് മുഴുവൻ തകർന്നു പോയതുകൊണ്ട് അവർക്ക് ഈ സ്ഥലത്ത് ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പല സംഭവങ്ങളും നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യും. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അമേരിക്കയുടെ ഈ വിഷയങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ് അരാംകോ മാത്രമല്ല, ഖത്തറിനെയും കുവൈത്തിനെയും ഇതിനു മുമ്പ് ആക്രമിച്ചിട്ടുണ്ട്. അതിന് ഇറാൻ്റെ പേരാണ് പറഞ്ഞത്, പക്ഷേ ഇറാൻ അല്ല എന്നുള്ളത് ഇറാൻ തെളിയിച്ചു. പിന്നീട് ആരാണെന്ന് പുറത്തു വന്നിട്ടില്ല. കാര്യം അത് ഇസ്രായേലിൻ്റെ ആളുകളോ അമേരിക്കൻ്റെ ആളുകളോ ആണ് ചെയ്യാനുള്ള സാധ്യത എന്ന് ഉള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. അമേരിക്കയാണ് ചെയ്തത്. പാട്രിയറ്റ് മിസൈൽ ആണ് പതിച്ചത് എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കുവൈറ്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ തന്നെ ഇറാൻ്റെ മേലേക്ക് ചാരിയിടുക എന്നുള്ള രീതി സാധാരണഗതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യാറുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: കൃത്യമായ രീതിയിൽ തെളിവുകൾ ഹാജരാക്കണം, അതല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അമേരിക്ക ഈ ഒരു പ്രസ്താവന ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നതോട് കൂടിയിട്ട് വല്ലാതൊന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ആ തരത്തിലാണ് അവരുടെ സമീപന രീതികളൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വളരെ കൃത്യമായ രീതിയിലുള്ള അമേരിക്കയുടെ അജണ്ട എന്ന് പറയുന്നത്, അമേരിക്കൻ കോൺഗ്രസ് തന്നെ ഇപ്പോൾ ട്രംപിനെതിരെ പ്രമേയം പാസ്സാക്കിയതാണ്. സ്വന്തമായ രീതിയിൽ നടത്തപ്പെടുന്ന യുദ്ധത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. അത് 60 ദിവസമാണ്. 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി വേണം. ആ അനുമതിയോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? യുദ്ധം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുള്ളത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയം കൂടി വന്നതോടുകൂടി അതൊന്നും കൂടി സങ്കീർണമായി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കക്കൊപ്പം ചേർന്ന് നിൽക്കണം, സൈനികരയക്കണം. കൂട്ടായ്മയോടുകൂടി നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഇറാൻ മുഖ്യ ശത്രുവാണ് എന്ന് അവർ വിശ്വസിച്ച് കൊണ്ട് ചേർന്നുള്ള ഒരു പരസ്യമായിരിക്കുന്ന യുദ്ധം. ഏതുപോലെ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത പോലെ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിഭിന്നമായിരുന്നു, വ്യത്യസ്തമായിരുന്നു, പല രൂപത്തിലാണ് അത് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും സൗകര്യം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാഖിനെ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ, മറ്റെല്ലാ കാര്യത്തിലും അങ്ങോട്ട് പ്രവേശിക്കാനും എല്ലാം. ബസ്ര വീണു, ബാഗ്ദാദ് വീണു, ഓരോരോ നഗര പ്രദേശങ്ങളൊക്കെ വീഴുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാറുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് ആയിരുന്നു അന്ന്. ജൂനിയർ ജോർജ് ബുഷാണെന്ന് ഭരിക്കുക, മറ്റേ ജോർജ് ബുഷിൻ്റെ മോനെ. അപ്പോൾ ആ ഭരണ സമയത്താണ് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അഥവാ ഇറാഖിൻ്റെ ഒരു കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ഇറാഖിന് അനുവദിക്കാത്ത രീതിയിലുള്ള സർവാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ദിവസം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ഒരു മാസം കൊണ്ട് അവർ സമ്പൂർണ്ണമായി കീഴടക്കപ്പെട്ടു. ഒരു മാസം യഥാർത്ഥത്തിൽ വേണ്ടി വന്നിട്ടില്ല, 6 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ റൂട്ടിലേക്ക് പോയി. ബസ്ര വീണതോടുകൂടി തന്നെ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന മേഖല തകർന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പിന്നീട് ബാഗ്ദാദിൽ പിന്നെ യുദ്ധം തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഇറാൻ വരും എന്ന് അമേരിക്ക കണക്ക് കൂട്ടിയതാണ് തെറ്റിയത്. മാത്രമല്ല അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ ഭൂപ്രദേശം വിട്ടുകൊടുത്ത സമയത്ത് പോലും അതുവരെ ശത്രുവായിരുന്ന ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ ഭൂപ്രദേശം വിട്ടുകൊടുത്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതാണ്. ശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടി ഏറ്റവും നല്ല അവസരം കയ്യിൽ കിട്ടിയ സമയത്ത് പോലും അതിനേക്കാൾ വലിയ ശത്രു അമേരിക്കയാണ് എന്ന് തുറന്നു പറഞ്ഞ രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. നിസ്സാരമായിരിക്കുന്ന രാജ്യമൊന്നുമല്ല. അപ്പോൾ ആ രാജ്യം തകരുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് അവർക്ക് അനിവാര്യമായിരിക്കുന്ന ആവശ്യമാണ് എന്ന് കണക്കാക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ആ പരാതി പരിഹരിക്കണമെങ്കിൽ പരിഹരിക്കപ്പെടാത്ത പരാതിയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ നിലനിൽക്കുക എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങളുടെ ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല ഘട്ടങ്ങളിലായിട്ട് ആ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.